ശ്രീ എസ് സജീവൻ, എന്താണിത്? ഒരു ഈ പരിചയമുള്ള പെൺകുട്ടികൾക്കെല്ലാം അശ്ലീലമായ മെസ്സേജ് അയക്കുക, ചതിച്ച് വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കുക, അതിനുശേഷം ഗർഭഛിദ്രത്തിന് അവരോട് നിയമവിരുദ്ധമായി സമ്മർദ്ദം ചെലുത്തുക, ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ നടത്തിയ ഒരാൾ രാഷ്ട്രീയ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ MLA ആയി തുടരുന്നു എന്നതിലെ അനൗചിത്യം അത് കേരളം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ എന്തിനാണ് കോൺഗ്രസിൻ്റെ ഈ നേതാക്കന്മാർ ആ ഒരു വ്യക്തിയെ, അങ്ങനെ കളങ്കിതനായ ഒരു വ്യക്തിയെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? കോൺഗ്രസിലെ പല നേതാക്കന്മാരും, പ്രത്യേകിച്ച് വനിതാ നേതാക്കന്മാര് ആദ്യഘട്ടത്തില് രാഹുലിന്റെ തല വെട്ടണം, രാഹുൽ രാജിവെക്കണം എന്ന രീതിയിൽ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നപ്പോ വളരെ ആശ്വസിച്ചിരുന്നു. കാരണം രാഹുൽ രാജിവെക്കുക എന്നുള്ളതല്ല, ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിനകത്ത് നേതാക്കന്മാർ കുറച്ചെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ധാരണ നമുക്കുണ്ടായിരുന്നു. പല വനിതാ നേതാക്കന്മാരും വളരെ ശക്തമായിട്ട് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടു. നമ്മൾ വിചാരിച്ചു സ്വാഭാവികമായിട്ടും അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പിന്നാലെ തന്നെ അദ്ദേഹം MLA സ്ഥാനവും കൂടി രാജിവെക്കേണ്ടതാണ്. കാരണം ഒരാളല്ല രാഹുലിനെതിരെ പരാതി ഉന്നയിച്ചിട്ടുള്ളത്. പലപ്പോഴും അങ്ങനെ ആരോപണങ്ങളൊക്കെ ഉണ്ടാവും. ഇത് വളരെ കൃത്യമായ തെളിവുകളോട് കൂടിയിട്ട് പല ആളുകളും ആരോപണങ്ങളുമായിട്ട് വരികയാണ്. അതും ചെറിയ രൂപത്തിലെ ആരോപണമല്ല, വളരെ രൂക്ഷമായ രൂപത്തിൽ, ഒന്നിനൊന്ന് ഭീകരമായ രൂപത്തിലുള്ള ആരോപണങ്ങളാണ് വരുന്നത്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന വളരെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരും വനിതാ നേതാക്കന്മാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ പെട്ടെന്നാണ് സ്വിച്ച് ഓഫ് ചെയ്ത പോലെ ഇതിൽ നിന്ന് പിന്മാറുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് വളരെ കൃത്യമായിട്ടും എന്താണ് അതിന് കാരണം അവരാണ് പറയുന്നത്. അതാണ് ഈ ശ്രീ എസ് സജീവൻ ഇന്നിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നതുപോലെ പത്മജ വേണുഗോപാൽ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, K കരുണാകരൻ, മുൻ മുഖ്യമന്ത്രിയുടെ മകൾ, മുതിർന്ന മുൻ കോൺഗ്രസ് നേതാവ്, അവർ തന്നെ പറയുകയാണ്, ഷാഫി പറമ്പിലിൻ്റെ അടക്കം പേരുകൾ എടുത്തു പറഞ്ഞാണ് അവർ പറയുന്നത്, അവർക്കൊക്കെ മറയ്ക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പലതും പേടിക്കാനുണ്ട് എന്ന്. തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പത്മജ വേണുഗോപാൽ പറഞ്ഞത് അവർക്ക് തന്നെ അറിയാവുന്ന പല തെളിവുകളും കഥകളും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അവരടുത്ത് പല കോൺഗ്രസ് നേതാക്കന്മാരും പല ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. കാരണം എന്തുകൊണ്ടാണ് രാഹുൽ, നമ്മൾ ഒരാൾ രാജിവെക്കുന്നു, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു, അത് രാജിവെക്കുന്ന ഒരാൾക്ക് അദ്ദേഹം പറയുന്നത് തന്നെ എന്നോട് ആരും രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാജിവെക്കുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. തെറ്റ് ചെയ്തില്ല അദ്ദേഹം അത് രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഭാരവാഹിത്വം മാത്രമാണ്. അതല്ല ഇവിടെ ജനപ്രതിനിധിയാണ്. ഇങ്ങനെ ഒരു ആരോപണ വിധേയനായിട്ടുള്ള ജനപ്രതിനിധി ആദ്യം രാജിവെക്കേണ്ട അതാണ്, പാർട്ടി സ്ഥാനമല്ല. പാർട്ടി സ്ഥാനത്തിൽ അദ്ദേഹം ഇരുന്നാലും ഇല്ലെങ്കിലും അത് നാട്ടുകാരെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റോ അഖിലേന്ത്യാ പ്രസിഡന്റോ കോൺഗ്രസിന്റെ തന്നെ പ്രസിഡന്റ് ആയാലും നമുക്കത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇത് ആരോപണം ഉണ്ടായിട്ട് അത് രാജിവെക്കുന്നു. പക്ഷെ ഇപ്പുറത്ത് ജനപ്രതിനിധിയിൽ നിന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് പോകാൻ പഠിക്കുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു ആദ്യഘട്ടത്തിൽ അദ്ദേഹം രാജിവെച്ചത് അല്പം ഭയന്ന് രാജിവെച്ചെങ്കിൽ പോലും താൻ രാജിവെക്കേണ്ടല്ല, തന്നോട് രാജിവെക്കാൻ പറയാൻ നിർബന്ധിക്കാൻ ധൈര്യമുള്ള ആരുമില്ല എന്ന ഒരു ഉറപ്പുണ്ടായിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇന്ന് VD സതീശൻ എത്തി ന്യായീകരിച്ചു. ആദ്യം കർശന നടപടി ഉണ്ടാകും, ഒരു പ്രൊട്ടക്ഷനും ഉണ്ടാകില്ല, കർശന നടപടി ഉണ്ടാകും, രാജി എന്ന് സൂചിപ്പിക്കുന്നതെല്ലാം. ഇപ്പോൾ ചോദിക്കുന്നത് ആര് പറഞ്ഞു രാജി എന്ന്, അങ്ങനെ പറഞ്ഞോ എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം വളരെ വേദനയോടുകൂടിയാണത്രേ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന സഹപ്രവർത്തകനെതിരെ നടപടിയെടുത്തത്. പെൺകുട്ടികളെ പിച്ചി ചീന്തി അവരുടെ ഗർഭം ഛിദ്രം ചെയ്യാൻ നിർബന്ധിക്കുന്ന ഒരു നേതാവിനെ വേദനയോടുകൂടിയാണ് അത്രേ പുറത്താക്കിയത്. ഈ പിതൃവാത്സല്യമുള്ള ആൾ, ഈ പിതൃവാത്സല്യത്തിൽ നടപടിയെടുത്തു പരാതിക്ക് എന്നൊക്കെ പറഞ്ഞ ആൾ പറയുകയാണ്, പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ നേതാവായുള്ള ഒരു കോൺഗ്രസിനെ പോലൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ഘടകം പറയുകയാണ് വേദനയോടുകൂടിയാണ് അത്രേ നടപടിയെടുത്തത് പെൺകുട്ടികളെ പിച്ചു അധമ രാഷ്ട്രീയക്കാരന്. അദ്ദേഹം വേദനയോടുകൂടി നടപടിയെടുത്തത് പറയുന്നത് മാത്രമല്ല, അദ്ദേഹം രാഹുലിനെതിരെ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് അതിരൂക്ഷമായ രൂപത്തിലാണ് പ്രതികരിക്കുന്നത്. ചന്തയിൽ പോയി ചോദിക്കുന്ന രീതിയിലൊക്കെയാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ മകളെ പോലെയാണ് പരാതിക്കാരിയെ കാണുന്നത് എന്ന് പറഞ്ഞ സതീശൻ
അദ്ദേഹം അതുമാത്രമല്ല, പിതാവിനെ പോലെ ഞാൻ നടപടിയെടുക്കും, മുഖം നോക്കാതെ നടപടിയെടുക്കും, ഏതൊരു വ്യക്തിയാണെങ്കിലും കർക്കശമായ നടപടിയിലേക്ക് പോകും എന്ന് പറഞ്ഞ സതീശൻ പിന്നീട് ചോദ്യം ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ MLA സ്ഥാനം നിലനിർത്തുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ചന്തയിൽ പോയി ചോദിക്കും, നിങ്ങളോട് പറയാൻ എനിക്ക് മനസ്സില്ല എന്തിനാണ് അദ്ദേഹം ഇത്തരത്തിൽ ഗർവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പോലെയാണ് അതിനേക്കാൾ ഒരു തമാശയുള്ളത്, ഇത്രയും രൂക്ഷമായിട്ടുള്ള കാര്യമാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് ഉണ്ടായതെന്ന് AICC ജനറൽ സെക്രട്ടറി, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ പറയുമ്പോൾ അങ്ങനെ പറയുന്ന അത്ര വളരെ കർക്കശമായ നടപടി ആവശ്യമായ ഒരു പരാതിയാണ് ഉണ്ടായിട്ട് അങ്ങനെ നടപടി ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായ തെറ്റായ കാര്യങ്ങളാണ് എന്ന് AICC ജനറൽ സെക്രട്ടറി പറയുമ്പോൾ പോലും ഇത് വേദനയോടുകൂടി നടപടിയെടുക്കുന്നത് പറയുമ്പോൾ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അദ്ദേഹം ആദ്യം പറഞ്ഞാൽ മതി, എനിക്ക് മകളെ പോലെയല്ല അതുകൊണ്ട് മകന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ മതി. സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ പറഞ്ഞെല്ലാം ഒറ്റയടിക്ക് വിഴുങ്ങുന്ന രൂപത്തിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, സ്ഥാനത്തിരിക്കുന്ന ഭാരവാഹിത്വത്തിലിരിക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നു. അതേ സമയത്ത് തന്നെ ഇത് രൂക്ഷമായിട്ട് നടപടി വേണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുള്ള വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ മൗനികളായിട്ട് മാറുകയും ചെയ്തു. അത് വളരെ വിരോധാഭാസമായിട്ടാണ് തോന്നുന്നത്. തീർച്ചയായും